ഹായ്. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. സോ ബേസിക്കലി ഈ യേശു ക്രിസ്തുവിനെ പറ്റി ഒരുപാട് പോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കർത്താവിനെ പറ്റി സംസാരിക്കാം. അഥവാ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ദ കിങ് എന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ ഇതിൽ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് സിനിമയായിട്ടും ബൈബിളിലും അല്ലാതെ കഥയായിട്ട് സ്കൂളിൽ തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാ മതക്കാർക്കും അറിയാവുന്നൊരു കഥയാണ്. ഒരു വലിയ പുതിയ കഥയൊന്നുമില്ല. ലൈക്ക് എവരിബഡി നോസ് അബൌട്ട് ജീസസ്. ജീസസിനെ എല്ലാവരും അവരുടെ ഒരാളായിട്ടാണ് കാണുന്നത്. എന്താ പറയുക, ലൈക്ക് നോ വൺ എവർ വണ്ടേർഡ് അബൌട്ട് ജീസസ് ഒരു ദൈവപുത്രനായിരുന്നു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളെ മറ്റ് റിലീജിയൻ ഇസ്ലാം ആയാലും ഹിന്ദുയിസം ആയാലും എല്ലാം ദേ ഓൾ അക്സെപ്റ്റ് എന്താ പറയുക ജീസസിൻ്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാവുന്നൊരു കോമൺലി അത്യാവശ്യം ഫാക്ട് ചെക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ ലൈക്ക് അത്ഭുതങ്ങളെ പറ്റി അറിയില്ല, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിനെ പറ്റി ഏറ്റവും ഫേമസ് ആയിട്ട് പോകുന്നത് മിറാക്കിൾസിനെ പറ്റിയാണ്. ഇന്നും ജീസസിൻ്റെ പേരിൽ ഒരുപാട് പേര് മിറാക്കിൾസ് പെർഫോം ചെയ്യുന്നുണ്ട്. രോഗശാന്തി, രോഗശുശ്രൂഷ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ജീസസ് ജീവിച്ചിരുന്ന കാലത്തും ഇങ്ങനെ പലതും സംഭവിച്ചതായിട്ട് കഥകൾ പറയുന്നുണ്ട്. ലൈക്ക് ഹിസ്റ്റോറിയൻസ് പോലും, ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് അതിൽ പലതും സത്യമാണെന്ന് വാദിക്കാറുണ്ട്. സോ ജീസസിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കഥയെപ്പറ്റി ഞാൻ പറയുന്നില്ല, അറിഞ്ഞൂടാത്തൊരു കഥയെപ്പറ്റി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജീസസ് ഈ സോ കോൾഡ് ഇന്നത്തെ ഈ സെമറ്റിക് റിലീജിയൻസിൻ്റെ അതേ പാത്ത് വേയിൽ ഫോളോ അപ്പ് ചെയ്ത ആളാണെന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അന്നുണ്ടായിരുന്ന ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സെമറ്റിക് ജൂതമതത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. പക്ഷേ ജീസസ് ഒരിക്കലും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ അന്ന് ഉണ്ടായതായിട്ട് നമുക്ക് അറിയാലോ, കഥ അറിയാമല്ലോ എല്ലാവർക്കും. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് മിറാക്കിൾസ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഐ തിങ്ക് യെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാക്ട് ചെക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, സ്യൂഡോ സയൻറ്റിഫിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണ്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ പ്യുവർ അവയർനെസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ശുദ്ധബോധത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ചുറ്റും മിറാക്കിൾസ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ മിറാക്കിൾസ് തന്നെ ആയിരിക്കണമെന്നില്ല, ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന സാധാരണ കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ചുറ്റുമായിരിക്കും. കാരണം ശുദ്ധബോധത്തിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും കുറേ കൂടിയൊക്കെ അവെയർ ആവും. നമ്മൾ കുറേ കൂടി ലൈറ്റപ്പ് ചെയ്യും. നമ്മുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ് കുറയും. നമ്മുടെ മനസ്സ് എന്താ പറയുക പയ്യെ നമ്മുടെ ഹൃദയത്തിലേക്ക് പോവുകയും ആ ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടും. ലൈക്ക് മൈൻഡ് ഇല്ലാത്തൊരു സ്റ്റേറ്റ്, നോ മൈൻഡ് സ്റ്റേറ്റ് നമ്മൾ ചിലപ്പം ഫീൽ ചെയ്തെന്നിരിക്കും ഒരു ശുദ്ധബോധത്തിലിരിക്കുന്ന വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ. അപ്പോൾ ജീസസ് ഒരു ഹയർ സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിലേക്ക് എത്തിയ വ്യക്തിയാണ്, ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സീരിയസ്ലി അദ്ദേഹത്തിന് ദൈവമായ ആൾക്കാർ കാണുന്നു, ഇപ്പോൾ രമണ മഹർഷി ദൈവമായിട്ട് കാണുന്നത് പോലെ തന്നെ ജീസസ് ഫോളോ ചെയ്തത് ഒരു ഡിവോഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭക്തിയോഗ മാർഗമാണെന്ന് ഹിന്ദു മത പുരോഹിതന്മാർ പലരും വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തരത്തിലത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജീസസിൻ്റെ ഒരു സീക്രട്ട് ഓഫ് മെഡിറ്റേഷൻ ഈ ഡിവോഷൻ തന്നെയാണ്. ഈ ഡിവോഷനെ പറ്റി ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. എല്ലാവരും വിചാരിക്കുന്ന ഡിവോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് അത് ദൈവം നമുക്ക് ഗിഫ്റ്റ് തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ കടയിൽ പോയി സാധനം മേടിക്കുന്നവരെ നമ്മളെ പ്രാർത്ഥന കൊടുത്ത് ആ സാധനം മേടിക്കുക എന്നാണ്. ഒരിക്കലുമല്ല. ഡിവോഷൻ ഈസ് പ്യുവർ സറണ്ടർ. അതായത് ഇപ്പോഴത്തെ ഈ നിമിഷത്തോട്, നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തോട് എഫേർട്ട്ലെസ് ആയിട്ട് സറണ്ടർ ചെയ്യുന്നതിനെയാണ് ഡിവോഷൻ എന്ന് പറയുന്നത്. ഇഫ് യു റിയലി ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം തരുന്നതെല്ലാം അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് അല്ലെങ്കിൽ ശുദ്ധബോധം അല്ലെങ്കിൽ അനന്തമായ ശ്രദ്ധ എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾക്ക് നാച്ചുറലി ഈ ഡിവോഷൻ എന്ന് പറയുന്ന യോഗമാർഗത്തിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഇന്ന് ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്ന എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. എക്കാർട്ട് എന്ന് പറയുന്ന, ഇപ്പോഴത്തെ ജീവിക്കുന്ന എക്കാർട്ട് ടോളയുടെ കാര്യമല്ല പറയുന്ന, മൈസ്റ്റർ എക്കാർട്ട് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. ഒരു സെയിൻ്റ് ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ സെയിൻ്റ് ആയിരുന്നു പുള്ളി, ക്രിസ്ത്യൻ സന്യാസി എന്ന് പറയാം. മൈസ്റ്റർ എക്കാർട്ടിനെ പോലെ, ബ്രദർ ലോറൻസിനെ പോലെ ശരിക്കും സറണ്ടറും ഡിവോഷനും അവയർനെസ്സിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പറഞ്ഞ ഒരുപാട് ക്രിസ്ത്യൻ സന്യാസിമാരുണ്ട്, അല്ലെങ്കിൽ കാത്തലിക് സന്യാസിമാരുണ്ട്. അവരൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി. ഇന്ന് അവരെ പറ്റി ആർക്കും അറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ഫ്ലോക്ക്, ലൈക്ക് എന്താ പറയുക, ഒരു ആട്ടിൻപറ്റത്തെ നിയന്ത്രിക്കുന്ന ആട്ടിടേൻ്റെ ലാഘവത്തോടു കൂടിയും മെയ്വഴക്കത്തോടു കൂടിയുമാണ് ഈ മതത്തിനെ ഉപയോഗിച്ച് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്.
പക്ഷേ എനിക്ക് മൈസൂർ അക്കാഡിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സ്റ്റിൽനെസ്, അതായത് ചിന്തകൾ ഇല്ലാതാകുമ്പോൾ ഉള്ള സ്റ്റേറ്റ്, ശുദ്ധബോധം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ദൈവത്തിനെ അറിയും. ബി സ്റ്റിൽ ആൻഡ് നോ ദ ഗോഡ് എന്നൊക്കെ പറയൂലേ, ഐ ആം വാട്ട് ഐ ആം എന്നൊക്കെ പറയുന്ന പോലെ. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ പ്യുവർലി അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ ഉള്ളതായിട്ടാണ് പുരാണങ്ങളും അല്ലെങ്കിൽ ഹിസ്റ്ററി പറയുന്നത് അങ്ങനെയാണ്. ഐ ബിലീവ് ദേ ഹാവ് റീച്ച്ഡ് എന്താ പറയുക പ്യുവർ കോൺഷ്യസ്നസ്. ജീസസ് ഇന്ന് ജീസസിന്റെ പാത പിന്തുടരുന്ന ആൾക്കാരിൽ അതിൽ ഒന്നാമനായിരുന്നു. ഈ ശുദ്ധബോധം അല്ലെങ്കിൽ പ്യുവർ അവയർനെസ്സിനെ തന്നെയാണ് നമ്മുടെ രമണ മഹർഷി അരുണാചലമായി കണ്ടതുപോലെ, അല്ലെങ്കിൽ ഇപ്പം ജീസസ് സ്വന്തം പിതാവിനെ പോലെ കണ്ടതുപോലെ, അങ്ങനെ ഒരു അച്ചീവ്മെൻ്റാണ് ഇവിടെ പറയുന്നത്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ അതല്ല എൻ്റെ ഇവിടുത്തെ വിഷയം. മൈ വിഷയം ഈസ് ഹൗ ഈസ് മിറാക്കിൾസ് ഹാപ്പനിങ് അറൗണ്ട് ഹിം. ഇത് ഈ പ്യുവർ കോൺഷ്യസ്നസ്സിൽ അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായ ഒരു വില്ല് ഉണ്ടാവില്ല, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യക്തിത്വം ഉണ്ടാവണം. പ്യുവർ കോൺഷ്യസ്നസ് അച്ചീവ് ചെയ്യുന്ന ആള് അവൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം എൻ്റയർലി ഡിസപ്പിയർ ചെയ്ത് പോയി. ഈ ഞാൻ എന്ന് പറയുന്ന ഭാവം ഇല്ലെങ്കിൽ വില്ല് റൈസ് ചെയ്യത്തില്ല, അതായത് ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനം മൂവ് ചെയ്യത്തില്ല. അവരുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഫ്ലോ ആണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ മൂവിങ് സോ സ്മൂത്ത്ലി, എന്താ പറയുക, ഈ പ്രപഞ്ചത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ ഈ ജീവിതത്തിലൂടെ. സോ ജീസസിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി ആ സ്റ്റേറ്റിൽ എത്തിയത് കൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്തേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഈ പ്യുവർ കോൺഷ്യസ്നസ്സിൽ എത്തുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് കോമൺ. ഇപ്പോൾ ഓഷോയുടെ അടുത്തും രമണ മഹർഷിയുടെ ഒക്കെ അടുത്തും, രമണ മഹർഷി ഒന്നും ഒരിക്കലും ഒന്നും പ്രീച്ച് ചെയ്യാൻ പോയ ആളെയല്ല. വെറുതെ ഒരു കാട്ടിൽ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ ഒരു സൈഡിൽ പിച്ചക്കാരനെ പോലെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിയതുകൊണ്ടാണ് കന്യാകുമാരിയിൽ ജീവിച്ചിരുന്ന മായിയമ്മയുടെ അടുത്തേക്ക് പിച്ചക്കാരിയായിരുന്ന പട്ടികൾക്ക് കൂടെ നടന്ന് പട്ടികളുടെ കൂടെ ആഹാരം കഴിച്ച് ജീവിച്ച സ്ത്രീയുടെ അടുത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിയതുകൊണ്ടാണ് അവരുടെ അവയർനെസ് കൊണ്ട് മാത്രമാണ്. ആ അവയർനെസ്സിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. അതായത് ഒരു മെഴുകുതിരി വെളിച്ചം കാണുമ്പോൾ ഈച്ചകൾ അതിലേക്ക് വന്ന് പൊതിയുന്നത് പോലെ അതിൽ വന്നവർ ചിലപ്പോൾ കത്തിപ്പോവും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു പ്യുവർ അവയർനെസ് അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ് ഒരു സ്ഥലത്ത് ബ്ലൂം ചെയ്യുമ്പോൾ ഈച്ചകൾ ഈ വെളിച്ചത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന പോലെ നമ്മളും അട്രാക്റ്റഡ് ആവും. നമ്മൾ ശരിക്കും ഹൈ ഇൻറ്റൻസിറ്റിയിൽ അതിലേക്ക് ഡീപ്പ് ആയിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ, ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രാണികൾ ഈ തീയിലെ വെളിച്ചത്തിലേക്ക് ഓടിച്ചെന്ന് തീയിൽപ്പെട്ട് മരിച്ചു പോകുന്ന പോലെ നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന അഹംഭാവവും ഇല്ലാതായിപ്പോയി നമ്മളും പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് പറയുന്ന കാര്യങ്ങളല്ല, എൻ്റെ അവബോധത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. സോ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി നാളെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എനിവേ, സോ ജീസസിൻ്റെ അടുത്ത് ഈ ഒരു പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് റൈസ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നു. സോ ഡെഫിനറ്റ്ലി ഈ പ്യുവർ കോൺഷ്യസ്നെസ് വർക്കൗട്ട് ചെയ്യുന്നിടത്ത് പല മിറാക്കിൾസ് സംഭവിക്കാം. അതായത് ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ആളുകൾ, സെൽഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഈ പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്രോക്സിമിറ്റിയിൽ ഇരുന്ന് ഭയങ്കരമായ ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ ഇരിക്കും. ജീസസിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നതിൽ പലരുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും, ചിലരുടെ ആഗ്രഹങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ റീസൺ ജീസസ് ക്രൈസ്റ്റ് എന്നാൽ പിന്നെ ഇയാളുടെ കാഴ്ച കൊടുത്തു കളയാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഹാപ്പനിങ്. അതായത് ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ആ ഒരു ശുദ്ധബോധം അവിടെ വർക്കൗട്ട് ചെയ്യുന്നതാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ വെള്ളം വീഞ്ഞാക്കി എന്നൊക്കെ പറയുന്നതിനെ പറ്റി ഇത് കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് ജീസസ് ഇത് വില്ല് ചെയ്ത് അങ്ങനെ ഒരു കാര്യം നടത്തിയതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ജീസസിൻ്റെ ചുറ്റിനും ഈ രോഗശാന്തി ഉണ്ടായത് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ സ്ട്രെസ് കൊണ്ടാണ് പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഭയങ്കര ക്യാൻസർ പോലും സ്ട്രെസ് കൊണ്ടുണ്ടാകുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി, എന്നാൽ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും സ്പോണ്ടേനിയസ് റെമിഷൻ എന്ന് പറയുന്നൊരു കാര്യം, അതായത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ആളുകളുടെ ക്യാൻസർ ഇല്ലാതാവും ശാസ്ത്രം അംഗീകരിച്ചൊരു കാര്യമാണ്. സ്പോണ്ടേനിയസ് റെമിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുവെന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ചൊരു കാര്യമാണ്. പലപ്പോഴും ഈ സ്പോണ്ടേനിയസ് റെമിഷൻ ഉണ്ടാവാൻ കാരണം അവരുടെ ഒരു സിറ്റുവേഷൻ മാറിയതാണെന്ന് പറയുന്നത്. ഒരു മെൻ്റൽ സ്റ്റേറ്റ് മാറി, അവരുടെ സ്ട്രെസ് കാരണം അസുഖം ഉണ്ടായ ഒരാൾ ആ സ്ട്രെസ്സിൽ നിന്ന് മാറി പ്യുവർ ഫ്രീഡത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ശുദ്ധമായ പീസ്ഫുൾ മൈൻഡിലേക്ക് എത്തുമ്പോൾ അവരുടെ ബോഡി അനാറ്റമിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അവർക്ക് ആ ഒരു സ്പോണ്ടേനിയസ് റെമിഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പല ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനൊന്നും എത്രത്തോളം ആധികാരികമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
ഈ ജീസസിനെ പോലെ അല്ലെങ്കിൽ രമണ മഹർഷിയെ പോലെ ഉള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മളെത്തുമ്പോൾ ഈ പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഗ്ലിംസിലേക്ക് ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ വെട്ടം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ വെളിച്ചം കാണുകയാണ്. നമ്മളങ്ങനെ വെളിച്ചം കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ വേവ് ലെങ്ത് നമ്മൾ ആ ഒരു കാറ്റ് നമ്മളിലേക്ക് അടിക്കുമ്പോൾ വലിയ ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ തോട്ട്സ് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ, നമ്മുടെ സ്ട്രെസ്സ് കുറയുമ്പോൾ, ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നതിൻ്റെ സുഖം അവരനുഭവിക്കുന്നതിന് ഒരു 10% നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളും പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് കാം ആയി കഴിഞ്ഞാൽ, നമ്മുടെ സ്ട്രെസ്സ് റിവീൽ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കും ഒരു സ്പോണ്ടേനിയസ് റെമിഷൻ സംഭവിക്കാം. അത് ചിലപ്പോൾ സ്ലോ ആയിട്ട് സംഭവിക്കാം, ലൈക്ക് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് സംഭവിക്കാം. സോ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സയൻസിൽ പലരും അംഗീകരിക്കുന്നതും പലരും അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രം അംഗീകരിച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന മരുന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു പുളിമുട്ടായി തിന്നുകൊണ്ടിരുന്നാൽ പോലും ചിലപ്പോൾ അസുഖം മാറിയെന്നിരിക്കാം. ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്ലസീബോ എഫക്റ്റ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനും ഞാൻ ഇതേ ഒരു കാര്യമാണ് വിചാരിച്ചത്. അത് പവർ ഓഫ് വിൽ അല്ലെങ്കിൽ നമ്മുടെ പവർ ഓഫ് ബിലീഫ് എന്ന് പറയും. നമ്മളൊരു കാര്യം ദൈവത്തിനെ ഏൽപ്പിച്ചു, ദൈവം നോക്കിക്കോളും, നമ്മൾ 100% വിശ്വസിക്കുകയാണ്. നമ്മൾ 100% അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയും. കാരണം നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം ദൈവം എന്തായാലും ഇതാക്കുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി വിശ്വാസമുണ്ട്. പിന്നെ നമ്മളതിന് വറി ചെയ്യണം. അങ്ങനെ വറി ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അസുഖം മാറും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നെന്നിരിക്കും. ഈ പാസ്റ്റർമാരുൾപ്പെടെ ഇന്ന് ക്രിസ്ത്യൻ റിലീജിയനിൽ ഈ സ്പോണ്ടേനിയസ് റെമിഷൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ട് അസുഖം മാറ്റുന്ന ആൾക്കാരൊക്കെ ഇത് വർക്കൗട്ട് ആവുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ആ പാസ്റ്ററിൻ്റെ കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പാസ്റ്ററിനെ കാണാൻ വരുന്ന വ്യക്തിക്ക് ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിലീഫ് ഉണ്ടാവും. എ മിറാക്കിൾ ക്യാൻ ഹാപ്പൻ. എന്നെ സംബന്ധിച്ച് ഒരു മിറാക്കിളല്ല. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കുന്ന നോർമൽ കാര്യങ്ങളാണ്. എനിക്കിതൊക്കെ ഒരു അത്ഭുതമാണെന്ന് തോന്നിയിട്ടേ ഇല്ല ഒരിക്കലും. കാരണം അത്ഭുതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോടാനുകോടി സ്റ്റാഫ്സിൻ്റെ ഇടയിൽ ഈ ഒരു കുഞ്ഞു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെ ഒരു മിറാക്കിളാണ്. സോ ഡെഫിനറ്റ്ലി എല്ലാ നിമിഷവും നമ്മളിതായി കാണാത്ത ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റി അതുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഒരു മിറാക്കിളിലാണ് ജീവിക്കുന്നത്. ഇവിടെ എല്ലാം മിറാക്കിളാണ്. സോ ഇത്തരം കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ഇതിനേക്കാളും വിശ്വസിക്കാൻ പറ്റും. ഇപ്പം ഈ നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെ കഥ ഒരു ഏലിയൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന എക്കോ സിസ്റ്റവും ഈ എക്സിസ്റ്റ് ചെയ്യുന്ന സോളാർ സിസ്റ്റവും ഈ ഗാലക്സിയും പ്രപഞ്ചവും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു സയൻസും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോകും. കാരണം ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും മിറാക്കിളസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നത്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും മിറാക്കിളാണ്. സോ ഈ സ്പോണ്ടേനിയസ് റെമിഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാകുന്നത് ഇതെല്ലാം സ്വാഭാവികമായൊരു കാര്യമാണ്. ഇനി ജീസസ് ദൈവത്തിൻ്റെ മകനാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം. ഇപ്പം ഇത് കാണുന്ന ആളുകൾ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന പോയിന്റ്സിനോട് ഈ മൈസ്റ്റർ എക്കാർട്ടിനെ പോലെ ബ്രദർ ലോറൻസിനെ പോലെ ഒരുപാട് ആളുകൾ എഗ്രി ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരും പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ അടുത്തേക്ക് എത്തിയവരാണ്. അവർ ടോട്ടലി എത്തിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അടുത്തേക്ക് എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മൈസ്റ്റർ എക്കാർട്ട് പോലും ഈ സ്റ്റിൽനെസ്സിനെയും പ്രസൻസിനെയും ഒരു കൈൻഡ് ഓഫ് ഒരു മൈൻഡ്ഫുൾനെസ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ്. അതും ക്രിസ്ത്യൻ റിലീജിയൻ. എനിക്ക് തോന്നുന്നു AD 500 എന്തോ ആണ് സംഭവിക്കുന്നത്. പുള്ളി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഡേറ്റ് ഓർമ്മയില്ല, ഞാൻ പണ്ടപ്പോഴോ വായിച്ചത്. സോ ഡെഫിനറ്റ്ലി ഇതിന് ഒരു ശുദ്ധ ബോധത്തിലിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഈ രോഗശാന്തി ശുശ്രൂഷ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് പലരുടെയും ഒരു ചിന്താഗതി. ഞാൻ പറയുന്ന ഒരിക്കലുമല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. യു ജസ്റ്റ് ഹാവ് ടു ബിലീഫ് 100% ആയിരിക്കണം. എനിക്ക് ബിലീഫ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബിലീഫിൽ നിങ്ങൾക്ക് വിശ്രമം സാധ്യമാവണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റോ ഒരു കോൺഫ്ലിക്റ്റിംഗ് മൂവ്മെൻറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹാർട്ടിൽ, നിങ്ങളുടെ സെൽഫിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റണം. എങ്കിൽ ഡെഫിനറ്റ്ലി യു മൈറ്റ് ഫൈൻഡ് പീസ്, മോറോവർ യു മൈറ്റ് ഫൈൻഡ് സംതിങ് മിറാക്കുലസ്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു വന്നതാണ്. ഞാൻ ഇത് പഠിച്ച് പറയണമല്ല. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫ്ലോ ബ്രേക്ക് ആയി. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഹാപ്പൻ. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. മേ ബി ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. അതായിരിക്കും ഞാനിത് പറയേണ്ട ഇതിൽ സ്റ്റക്കായി പോകാൻ കാര്യം.
യാ, വൺ മോർ തിങ് പറയാൻ തോന്നുന്നു. സോ അതുകൊണ്ട് അതോടെ പറയാം. ഈ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ വിശ്വാസം കൊണ്ട് എത്താൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സെൽഫിൽ റിലാക്സായി അവയർനെസ്സിൽ നിങ്ങൾക്ക് പ്യുവറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേ എഫക്റ്റുകൾ നേടാൻ, അല്ലെങ്കിൽ ഇതേ റിസൾട്ട് ഉണ്ടാവാൻ നിങ്ങൾ മറ്റൊരു ഗുരുവിനെയോ മറ്റൊരു വ്യക്തിയോ പാസ്റ്ററിനെയോ ഒക്കെ കാണാൻ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐ തിങ്ക് ഈ പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് ഇവിടെ എല്ലാം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ടാപ്പ് ഇൻ ടു ഇറ്റ്. നിങ്ങൾ അതിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അതായത് ബോധത്തോടുകൂടി ഇരിക്കുക, അവയർനെസ്സോടുകൂടി ഇരിക്കുക, ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഞാനിപ്പോൾ ഇതാ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സ്വയം ഒന്ന് അറിഞ്ഞാൽ മതി. അത് ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ഞാനിങ്ങനെ വേർഡ് ബൈ വേർഡ് അറിയണമെന്നില്ല. ജസ്റ്റ് നോ, ഹിയർ, നൗ, ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലില്ലേ. നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന കാര്യമല്ല. ജസ്റ്റ് നോ, ഇപ്പം നമ്മൾ അറിയണം, ഓക്കെ ഇപ്പോൾ ഇവിടെ. ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഐ ഹോപ്പ് യു ഫീൽ ഇറ്റ്. അത്രേ ഉള്ളൂ. അതാണ് അവയർനെസ്, അതാണ് ബോധം. അതിലെങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ എത്ര നേരം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ അത്രത്തോളം എൻലൈറ്റൻഡ് ആണ്. ഹിന്ദു കൃഷ്ണബോധത്തിൽ പറഞ്ഞ പോലെ ഈ ശുദ്ധബോധത്തിലേക്ക് എത്താൻ ഒരു വഴിയില്ല. ട്രൂത്ത് ഈസ് എ പാത്ത്ലെസ് ലാൻഡ്. സത്യത്തിലേക്ക് ഉള്ള വഴിയില്ലായ്മയാണ്. ഒന്നുകിൽ സത്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഈ നിമിഷം എക്സിസ്റ്റ് ചെയ്യാത്തൊരു സത്യത്തിന് പിന്നീട് ഒരു ദിവസം ഉണ്ടാവാൻ സാധിക്കില്ല. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം they are coming to me automatically. So I have no idea what I said to you, and I hope you are not angry or you are not thinking that I am stupid. I hope so. Anyway, thank you for listening.